ശിവരാത്രി ആഘോഷങ്ങൾക്ക് ഒരുങ്ങി സംസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങൾ. ആലുവ മണപ്പുറത്ത് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കൊച്ചി മെട്രോ നാളെയും മറ്റന്നാളും അധിക സമയം സർവീസ് നടത്തും. ആലുവ മണപ്പുറത്ത് നിന്നും വിനിത വിജയായിരുന്നു. വിനിത, ഒരിക്കൽ കൂടി വെരി ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഒരുക്കങ്ങൾ, എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി. ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്ഷേത്ര പരിസരത്താണ്. ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ പുലർച്ചെ മുതൽ തന്നെ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഭക്തരൊക്കെ വന്ന് ക്ഷേത്രത്തിൽ ദർശനം നടത്തി മടങ്ങുകയാണ്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടും നാളെയും ഒക്കെ നിരവധി ആളുകൾ ഈ ശിവരാത്രിയുമൊക്കെയായി ബന്ധപ്പെട്ട് നിരവധി വിശ്വാസികൾ ഇവിടെ ദർശനം നടത്താൻ എത്തുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ഈ ചൂടുകാലമൊക്കെ അതിനാൽ ഈ വരുന്ന ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ 1200ഓളം പോലീസുകാർ ഡ്യൂട്ടിക്കുണ്ടാവും. വൈദ്യുതി വിതരണം തടസ്സപ്പെടാതിരിക്കാൻ KCB ശ്രദ്ധിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മണപ്പുറത്ത് കുടിവെള്ളം ലഭ്യമാക്കാൻ പ്രത്യേക കണക്ഷൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ചൂടുകാലമൊക്കെ അതിനാൽ ഇവിടെ എത്തുന്ന ആളുകൾക്ക് വെള്ളം കുടിക്കാനും അവർക്ക് വിശ്രമിക്കുന്നതിനും ഒക്കെയുള്ളൊരു സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെയും ശിവരാത്രിയോടനുബന്ധിച്ചുകൊണ്ടുള്ള ആഘോഷ പരിപാടികളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനകൾ ഇന്ന് ഈ മേഖലയിലുള്ള കടകളിലും ഹോട്ടലുകളിലും ഒക്കെ ഉണ്ടാകും, ഭക്ഷണശാലകളിലൊക്കെ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഏതാണ്ട് 200-ലധികം സ്റ്റാളുകൾ ഇത്തവണ ഈ പ്രദേശത്ത് മണപ്പുറത്തും സമീപ മേഖലകളിലും ഒക്കെയായി ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ മറ്റിടങ്ങളിലേക്ക് നിന്നൊക്കെ എത്തുന്ന കച്ചവടക്കാരാണ്. അവരൊക്കെ ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾ വരികയും അതിൽ ഒരു കച്ചവടം നടക്കുന്നൊക്കെ ഒരു പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ തുടരുന്ന ആളുകളാണ്. ഇത്തവണയും ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം തന്നെയാണ് ഈ ആഘോഷ പരിപാടികളൊക്കെ നടക്കുന്നത്. ഇത് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ ഉണ്ടാവും. ഏറ്റവും പ്രധാനമായും പറയേണ്ടത് പ്രത്യേക സർവീസുകൾ KSRTCയും അതോടൊപ്പം തന്നെ മെട്രോയും നടത്തും എന്നുള്ളത് തന്നെയാണ്. അധിക സർവീസുകളായിരിക്കും ഉണ്ടാവുക. പാർക്കിങ്ങിനും മറ്റുമായിട്ടുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടൊക്കെ വലിയ രീതിയിൽ ഒരു തിരക്ക് തന്നെ നമുക്ക് ഈ മേഖലയിൽ പ്രതീക്ഷിക്കാം. ഹാഷ്മി. ശരി, വിനീത വിജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. അവിടെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, സെറ്റ് ആവുന്നുണ്ട്.